കമൻട്രിയുടെ എപ്പിസോഡ് നമ്പർ 5ലേക്ക് എത്തുവാണ്. കമൻട്രി കോഴ്സ് എപ്പിസോഡ് നമ്പർ 5. അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഷോട്ടുകൾ സിംഗിൾസ്, ഡബിൾ എടുക്കുന്നു, ട്രിപ്പിൾസ് എടുക്കുന്നു, 4 അടിക്കുന്നു, 6 അടിക്കുന്നു, അതിനെപ്പറ്റിയൊക്കെ നമ്മൾ വിശദമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് കളിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു സാധനമാണ് ഡോട്ട് ബോൾസ്. അതായത് എസ്പെഷ്യലി T20 പോലത്തെ ഒരു ഫോർമാറ്റിലൊക്കെ ഡോട്ട് ബോൾ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു പ്രഷർ ബിൽഡ് ചെയ്യുന്ന സാധനമാണ്. ഇപ്പോൾ നമ്മളുടെ തന്നെ ഇപ്പോഴത്തെ IPL ഈ പുതിയ റിവ്യൂ റൂൾസ് പ്രകാരം നമ്മൾ വൈഡൊക്കെ റിവ്യൂ ചെയ്യണതിന്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഡ് അല്ലെങ്കിൽ ഇതൊരു ഡോട്ട് ബോൾ കളി മാറ്റും. അല്ലെങ്കിൽ ഒരു വൈഡ് ബോൾ നമുക്ക് റിവ്യൂ ചെയ്ത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു റണ്ണും കിട്ടി. അത് മാത്രമല്ല ഒരു ബോൾ കൊണ്ട് നമുക്ക് പലതും ചെയ്യാം. ഒരു റൺ എന്ന് പറയുമ്പോൾ ഇറ്റ് മാറ്റേഴ്സ് ഇൻ T20 T10 ഫോർമാറ്റ്സിൽ. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു കേസുള്ളത് കൊണ്ടാണ് നമ്മുടെ ഈ ഡോട്ട് ബോൾസ് ഇതിനൊക്കെ വളരെ ഇമ്പോർട്ടൻസ് വരും. അപ്പോൾ അത് നമുക്ക് പ്രോപ്പർലി നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ എന്താ നമുക്ക് അതിൻ്റെതായ ഒരു സൗന്ദര്യം നമ്മുടെ ക്രിക്കറ്റിന്റെ കാണികൾക്കും അല്ലെങ്കിൽ ശ്രോതാക്കൾക്കും അതിന്റെ ആ ഒരു ഡീറ്റെയിലിംഗ് നമുക്ക് എത്തിക്കാൻ പറ്റും. T20 പോലത്തെ ഒരു ഫോർമാറ്റിൽ വളരെ അപൂർവമായിട്ടായിരിക്കും ചിലപ്പോൾ അത് ഒരുപക്ഷെ സംഭവിക്കുന്നത്, ഡിപ്പെൻഡിങ് ഓൺ ദ ഗെയിം. പക്ഷെ ടെസ്റ്റ് പോലത്തെ ഒരു ഫോർമാറ്റിൽ, ലോങ് ഫോർമാറ്റിലൊക്കെ ഇഷ്ടംപോലെ നമുക്ക് ഡോട്ട് ബോൾസും കാര്യങ്ങളൊക്കെ പറയാണ്ടേ. എല്ലാം നമുക്കത് ലോങ് ഫോർമാറ്റിലൊക്കെ നമുക്ക് കമന്ററി പറയുമ്പോൾ എന്തായാലും നമുക്ക് എല്ലാം ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. ചിലപ്പോൾ പലപ്പോഴും കമന്ററി വിരസമായിട്ട് നമ്മൾ പല നോർമൽ ക്രിക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ സംസാരിച്ച് പോകാൻ കേസുകൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഒരു 2 കമന്റേറ്റർ ഒക്കെ ഉണ്ടെങ്കിൽ അവർ തമ്മിൽ അങ്ങനെ സംസാരിച്ച് പോകണ കാണാറുണ്ട്. ബട്ട് T20 കൂടുതൽ ആ ഒരു സംസാരം നമുക്ക് പറയാൻ വളരെ ടൈം ലിമിറ്റഡ് ആണ്. നമുക്ക് കൂടുതലും ആ ക്രിക്കറ്റിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഡോട്ട് ബോൾ വരുമ്പോൾ എന്താ പ്രഷർ ബിൽഡ് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ വിക്കറ്റ് ടേക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കുന്ന ഒരു ഇതായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഡോട്ട് ബോൾ വരുമ്പോൾ മൊമെന്റം. ഇപ്പോൾ നമ്മുടെ ഫൈനൽ ഓവർ ത്രില്ലേഴ്സ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഫൈനൽ ഓവർ ത്രില്ലേഴ്സിലൊക്കെ ഒരു ഡോട്ട് ബോൾ വരുമ്പോൾ മൊമെന്റം ബോളിംഗ് ടീമിലാവും. അത് കഴിഞ്ഞിട്ട് അത് 6 അടിക്കുമ്പോൾ നേരെ ബാറ്റിംഗ് ടീമിലേക്ക് വരും. അങ്ങോട്ടും ഇങ്ങോട്ടും മൊമെന്റം ഷിഫ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു അഡ്വാൻറ്റേജ് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു സംഭവം അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. പിന്നെ ഇത് ഒരു ഒരാളെ ഒരു ബാറ്ററെ ബീറ്റ് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ അവർക്കൊരു റിവാർഡ് കിട്ടുന്നതില്ല. അതിന്റെ നല്ല ബോളിങ്ങിന് കിട്ടുന്ന ഒരു റിവാർഡാണ്. ബാറ്ററിന്റെ ഒരു ക്ഷമ പരീക്ഷിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. നമ്മൾ ചിലപ്പോൾ ചില ബാറ്റേഴ്സ് ഒക്കെ ഒരു കുറച്ച് സമയം എടുത്തിട്ടായിരിക്കും, ഒരു കുറച്ച് ഡോട്ട് ബോൾസ് ഒക്കെ ഇട്ടിട്ടായിരിക്കും ഏം, കളി തുടങ്ങുന്നത്. ഇപ്പോൾ ചില സിനിമയിലൊക്കെ ഉണ്ടല്ലോ, ആദ്യ പന്ത് കടവുൾക്ക് എന്ന് പറഞ്ഞാൽ നല്ല ബോളാണെങ്കിൽ ഡിഫെൻഡ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. സിനിമയിലുള്ള മാത്രമല്ല, നമ്മൾ ചില ഗെയിമിലൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട്. ഫസ്റ്റ് ബോൾ അവരൊന്ന് നോക്കി കളിച്ചിട്ട് ചിലപ്പോൾ ഡോട്ട് ബോൾ ആണെങ്കിൽ കുഴപ്പമില്ല, ബട്ട് ദേനോ അവരുടെ പവറും അവരുടെ കേപ്പബിലിറ്റി അവർക്കറിയാം. അവർ അത് മേക്കപ്പ് ചെയ്യും എന്നുള്ള രീതിയിൽ അവർ പിന്നീട് അത് കളിക്കും. അപ്പൊ ഡോട്ട് ബോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് പല പല രീതിയിൽ നമുക്ക് അതിനെ ഡിസ്ക്രൈബ് ചെയ്യാം. അപ്പൊ കമന്ററിയിൽ ഇപ്പൊ ഡോട്ട് ബോൾ വരുമ്പോൾ നമ്മൾ നോ റൺസ്, അല്ലെങ്കിൽ ഡോട്ട് ബോൾ അങ്ങനെ വിളിക്കാം. സിമ്പിൾ ആയിട്ട് അത് വിളിക്കാം. അല്ലെങ്കിൽ ഫീൽഡിന്റെ കയ്യിലേക്ക് നേരെ പോയി സ്ട്രേറ്റ് ടു ദ ഹാൻഡ്സ് ഓഫ് ദ ഫീൽഡ്, സ്ട്രേറ്റ് ടു ദ ഫീൽഡ് അങ്ങനെ പറയാം. അല്ലെങ്കിൽ നല്ല ഡിഫെൻഡ് ചെയ്യുക, വെൽ ഡിഫെൻഡഡ്, നത്തിങ് ഫ്രം ദാറ്റ് ഡെലിവറി, അതായത് ഡെലിവറി ഒന്നും കിട്ടിയില്ല. സ്കോർ ബോർഡ് അൺചേഞ്ച്ഡ്, അല്ലെങ്കിൽ ഇറ്റ് ഡസൻ ബോദർ ദ സ്കോറേഴ്സ്, ലൈക്ക് ഗുഡ് കം ബാക്ക് ബൈ ദ ബോളർ. ഇപ്പൊ നല്ലൊരു അടി കൊണ്ടിട്ട് അടുത്ത ബോളൊക്കെ ഡോട്ട് ബോൾ പിടിക്കും, ഗുഡ് കം ബാക്ക് ബൈ ദ ബോളർ. നമുക്ക് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. നോ സ്കോറിംഗ് ഓപ്പർച്യൂണിറ്റി, അപ്പോൾ ആ ഒരു ബോളിൽ ഒരു സ്കോർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഇല്ല. എക്സലന്റ് ഡിസിപ്ലിൻ ബൈ ദ ബോളർ, ലൈക്ക് ക്വൈറ്റ് ഡെലിവറി, നല്ലൊരു ശാന്തമായ ഒരു ഡെലിവറി, അതായത് ഒന്നും സംഭവിച്ചില്ല അതിൻ്റെ അകത്ത്. ഫോർവേഡ് ഡിഫെൻസ് ചെയ്തിട്ട് ചെയ്യുന്നത് സോളിഡ്ലി ഡിഫെൻഡഡ്, അപ്പൊ നല്ല ഡിഫെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ പറയാം. റൈറ്റ് ബിഹൈൻഡ് ദ ലൈൻ, അതായത് ആ ലൈനിന്റെ ബാക്കിൽ തന്നെ, ക്രീസിന്റെ ബാക്കിൽ തന്നെ വീണു. അല്ലെങ്കിൽ ഡെഡ് ബാറ്റ്, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് ഫോർവേഡ് ഡിഫൻസ്. ടെക്സ്റ്റ് ബുക്ക് ഷോട്ട് എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് വെച്ച് എല്ലാം പറയാം. കാരണം നമ്മളൊരു ഫോർവേഡ് ഡിഫൻസ് ഒരു കോച്ചിന്റെ ഒക്കെ ഒരു കൺസെപ്റ്റിൽ ഇന്ന രീതിയിൽ കൈ വരണം, ഇന്ന രീതിയിൽ നമ്മുടെ ഷോൾഡേഴ്സ് പോകണം, ഇന്ന രീതിയിൽ തല ഫോളോ ചെയ്യണം, അങ്ങനെയുള്ള തല ആദ്യം വരണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കോച്ചിങ്ങിന്റെ പാട്ടിലൊക്കെ പഠിക്കുന്നതാണ്. അപ്പോൾ അത് ആ ഒരു സാധനം ടെക്സ്റ്റ് ബുക്കിൽ എങ്ങനെയാണോ അതേപോലെ തന്നെ ഡിഫെൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതേപോലത്തെ ഒരു കവർ ഡ്രൈവ് അടിക്കുന്നു, അതെല്ലാത്തിനും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പ്രസൻസ് ദ ഫുൾ ഫേസ് ഓഫ് ദ ബാറ്റ്, ഇതൊക്കെ നമ്മൾ നേരത്തെ കമന്ററിൽ വന്നിരുന്ന ബാറ്റിന്റെ ഫുൾ ആ ഒരു ഫുൾ മിഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്തു. കോമ്പാക്ട് ഡിഫൻസ്, നല്ല അടിപൊളിയായിട്ട് വൃത്തിയായിട്ടുള്ള ഒരു ഡിഫൻസ് ആണ്. സ്മോദേഴ്സ് ദ സ്പിന്നർ, സ്മോദേഴ്സ് ദ സ്പിൻ, നല്ല രീതിയിൽ കവർ ചെയ്തു. നല്ല എക്സലന്റ് ടെക്നിക്, നല്ല ടെക്നിക് യൂസ് ചെയ്ത് ഡിഫെൻഡ് ചെയ്യുന്നു. റോക്സ് ബാക്ക് ഫുട്ട് ആണെങ്കിൽ നമ്മൾ ബാക്കിലേക്ക് പോയി, അപ്പോൾ റോക്സ് ബാക്ക് ആൻഡ് അക്രോസ്. നമ്മൾ ബാക്ക് ഫുട്ട് ഇറങ്ങുമ്പോഴത്തേക്കും സ്റ്റെമ്പിലേക്ക് ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞ് കോച്ചസ് പറയാറുണ്ട്. അപ്പോൾ അതാണ് ബാക്ക് ആൻഡ് അക്രോസ്. റൈറ്റ്സ് ദ ബൗൺസ്, ഈ ബാക്ക് ഫുട്ടൊക്കെ പോകുന്ന മിക്കവാറും ഷോർട്ട് ബോളിലൊക്കെ ആയിരിക്കും. ഈ ബോൾസിനെ പറ്റി നമ്മൾ വേറൊരു പാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ആ ടൈമിൽ നമുക്ക് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ നമ്മളൊരു ഫീൽഡിനെ സെറ്റപ്പ് ചെയ്തിട്ടാണല്ലോ, ഫീൽഡിന്റെ സെറ്റപ്പിലാണല്ലോ തുടങ്ങിയത്. അപ്പോൾ ആ ഒരു ഡിഫൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുള്ളൂ. ഇപ്പൊ ഡിഫെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ തന്നെ വീഴുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഫീൽഡേഴ്സിലേക്ക് പോകുന്ന കാര്യം കൊണ്ട് നമുക്ക് കൂടുതലൊന്നും പറയാനില്ല. പക്ഷെ ഇനി ബോളിങ്ങിന്റെ പാർട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ പിച്ചിനെ പറ്റി കുറച്ചൊക്കെ പറയാണ്ട്, ക്രീസിനെ പറ്റിയൊക്കെ ഒന്ന് കുറച്ച് പറഞ്ഞതിന് ശേഷം നമുക്ക് ബോളിങ്ങിന്റെ കേസിലേക്ക് പോകും. ബാക്ക് ആൻഡ് അക്രോസ്, റൈറ്റ്സ് ദ ബൗൺസ്,
അപ്പോൾ ബൗൺസ് നോക്കി കളിച്ചു എന്നുള്ളത്. സോഫ്റ്റ് ഹാൻഡ്സ്, അതൊക്കെ ജെന്റ്ലി, നമ്മൾ വലിയ ബലമില്ലാണ്ട് കളിച്ചു എന്നുള്ള രീതിയിലാണ് സോഫ്റ്റ് ഹാൻഡ്സ് എന്ന് പറയുന്നത്. പ്ലേഡ് വിത്ത് സോഫ്റ്റ് ഹാൻഡ്സ്. പിന്നെ പ്ലേസ് ഇറ്റ് ലേറ്റ്, അത് പ്ലേസ് ഇറ്റ് ലേറ്റ് ആയിട്ട് കളിച്ചു. എക്സലന്റ് ബാലൻസ്, അതായത് നല്ല രീതിയിൽ നമ്മൾ ഡിഫെൻഡ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നല്ല ബാലൻസ് നിൽക്കുന്നു. ഇപ്പോൾ ചിലപ്പോൾ ഡിഫെൻഡ് ചെയ്ത് നമ്മുടെ കാലൊക്കെ പൊങ്ങിപ്പോകില്ല. അപ്പോഴല്ലേ ധോനി പോലത്തെ മാരക സ്റ്റെമ്പിങ് ഒക്കെ കണ്ടിട്ടില്ല ചിലതിൽ, ഡിഫെൻഡ് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ കാല് പൊക്കുന്ന ടൈമിലൊക്കെ സ്റ്റെമ്പിങ് ഒക്കെ ചെയ്യുന്ന ആ ഒരു സംഭവങ്ങളൊക്കെ ഇല്ല. അപ്പോൾ അതിലോട്ട് ബാലൻസ് ആയിട്ട് നിൽക്കുക എന്നുള്ള മീനിങ് ആണ്. ഡീപ്പ് ഇൻ ദ ക്രീസിന്റെ അകത്ത് തന്നെ, അപ്പോൾ അനങ്ങാതെ കംഫർട്ടബിൾ ഡിഫൻസ് ആ രീതിയിൽ പറയാം. ലീവിങ് ദ ബോൾ, ഷോൾഡേഴ്സ് ആംസ്, അതായത് നമ്മൾ ഷോൾഡേഴ്സ് ആൻഡ് ആംസ് അങ്ങനെ ജസ്റ്റ് ഒരു കമന്ററിയിൽ പറയാം, അതായത് ലീവ് ചെയ്തു എന്നുള്ളത്. ലെറ്റ്സ് ഇറ്റ് ഗോ, അത് വിട്ടു. ഗുഡ് ജഡ്ജ്മെന്റ് എന്ന് പറയുന്നു, നല്ല രീതിയിൽ ജഡ്ജ് ചെയ്തു. അത് ലീവ് ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ജഡ്ജ്മെന്റ് വേണം. നമ്മൾ ചില കളികളിലൊക്കെ കണ്ടിട്ട് നമ്മൾ സ്വിങ് വിചാരിക്കുന്നതിലും കൂടുതലൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ലീവ് ചെയ്ത സാധനം നേരെ കുറ്റിയും തെറിപ്പിച്ചുകൊണ്ട് പോകും. ഈ ഞാൻ ഏതൊരു പോഡ്കാസ്റ്റിൽ കേട്ടാണ്, നമ്മുടെ ജയ്സ്വാളിന്റെ ഒരു പോഡ്കാസ്റ്റിൽ ജയ്സ്വാളിന്റെ എക്സ്പീരിയൻസ് പറഞ്ഞത്, ഓസ്ട്രേലിയൻ ടൂറിലെ എക്സ്പീരിയൻസ് പറഞ്ഞത്. അതായത് ജയ്സ്വാളിന്റെ സീനിയേഴ്സ്, അവിടെ ഇന്ത്യൻ ടീമിലെ സീനിയേഴ്സ് ഒക്കെ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഗുഡ് ലെങ്ത്തിൽ ഓസ്ട്രേലിയൻ പിച്ചിലൊക്കെ വരുന്ന ഗുഡ് ലെങ്ത്തിൽ ബോൾ നീ കണ്ണടച്ച് വിട്ടോ, അതെന്തായാലും സ്റ്റെമ്പിന്റെ മുകളിൽ കൂടി ആയിരിക്കും പോകുന്നത് എന്നൊക്കെയുള്ള, അത്രയും ബൗൺസ് ഉണ്ടാവും എന്നുള്ള മീനിങ്. ഫാസ്റ്റ് ബോളറിന്റെ കാര്യമായിട്ടോ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഇതിന്റെ ഇതുണ്ട്. അപ്പോൾ ലീവ് ചെയ്യാൻ നമ്മളത് ജഡ്ജ് ചെയ്യുന്നു, ലീവ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് വേറെ ഒരു ഇന്ത്യൻ കണ്ടീഷനിലൊക്കെയാണ് ചിലപ്പോൾ ലീവ് ചെയ്തെങ്കിൽ കുറ്റി എടുത്തോണ്ടു. അപ്പൊ ആ ഒരു കാര്യമാണ് അതിൽ ഗുഡ് ജഡ്ജ്മെന്റ് എന്ന് അതുകൊണ്ടാണ് പറയുന്നത്. ത്രൂ ടു ദ കീപ്പർ, അതായത് നമ്മൾ ബാറ്ററിന്റെ കയ്യിൽ നിന്ന് നേരെ ബാറ്ററിന്റെ അടുത്ത് കൂടി നേരെ കീപ്പറിലേക്ക് വരുന്നു. വൈസ്ലി ലെഫ്റ്റ് അലോൺ. ചില ബോളുകൾ കളിക്കേണ്ട ആവശ്യം നമുക്ക് ശരിക്കും ഉണ്ടാവില്ല, വെറുതെ അത് കയറി തൂങ്ങണ്ട എന്നൊക്കെ നമ്മൾ കളിക്കുമ്പോൾ കളിയുടെ ഒരു സ്ലാങ്ങിൽ പറയണം, വെറുതെ അത് കയറി തൂങ്ങലടാ എന്നൊക്കെ പറയും. അപ്പൊ ആ ഒരു സാധനം വൈസ്ലി ലെഫ്റ്റ് ബോൾ, ട്രസ്റ്റ് ദ ബൗൺസ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ജയ്സ്വാളിന്റെ ഒരു കേസ് പറഞ്ഞില്ലേ, ആ ബൗൺസ് ട്രസ്റ്റ് ദ ബൗൺസ്. നോ നീഡ് ടു പ്ലേ, കളിച്ചില്ല. എക്സലന്റ് ലീവ്, ആ ഒരു രീതിയിലും പറയാം. ഇതുകൂടാതെ ഹിസ് ഫിഷിംഗ്, ഈ ഗോസ് ഫോർ ഫിഷിംഗ്, ആ ഒരു രീതിയിൽ പറയാറുണ്ട്. അപ്പൊ അത് പറയുമ്പോൾ ഒരു എനിക്കൊന്ന് ഗവാസ്കറിന്റെ, സുനിൽ ഗവാസ്കർജി ഒരു പുള്ളിയുടെ പോഡ്കാസ്റ്റിൽ പുള്ളിയുടെ ഇന്റർവ്യൂവിൽ പുള്ളി പറയുന്നത്, പുള്ളിയുടെ ഒരു പണ്ടൊരു കഥയുണ്ട്. അതിലകത്ത് പുള്ളി ചെറുപ്പത്തിൽ, പുള്ളി കൊച്ചായിരിക്കുമ്പോൾ, അതായത് ജനിച്ച പാടെ പുള്ളി അറിയാതെ മാറിപ്പോയിട്ടൊരു ഫിഷർ വുമന്റെ അടുത്ത് പുള്ളിയെ കൊണ്ടിട്ടിരുന്നു. എന്നിട്ട് ആ ആ പുള്ളിക്കാരുടെ മോനെ ഇവരുടെ അമ്മയുടെ അടുത്തും കൊണ്ടിട്ടിരുന്നു. അത് ഭാഗ്യത്തിന്, അതായത് ആദ്യം ജനിച്ച ദിവസം തന്നെ ഈ പുള്ളിയുടെ ബന്ധു ഇങ്ങനെ വന്നപ്പോഴത്തേക്കും അത് ഈ ഈ സുനിൽ ഗവാസ്കറിന്റെ ചെവിയിൽ എന്തോ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു, സുനിൽ ഗവാസ്കറിന്റെ അതർ ആ കൊച്ചിന്റെ. അപ്പൊ പിറ്റേ ദിവസം വന്നപ്പോൾ അത് കണ്ടില്ല. അപ്പോഴത്തേക്ക് ഇതെന്താ സംഭവിച്ചെന്ന് വെച്ചാൽ, ആ കൊച്ചിനെ കുളിപ്പിക്കാൻ കൊണ്ടുപോയപ്പോൾ അവിടെ പണ്ടത്തെ ആ ഒരു സിസ്റ്റത്തിൽ എങ്ങനെയോ അത് മാറിപ്പോയി, അത് ഒരു ഫിഷർ വുമന്റെ അടുത്ത് പോയി. അപ്പോഴത്തേക്കും എന്നിട്ട് പുള്ളിയെ കളിയാക്കിക്കൊണ്ട് പറയാറുണ്ടായിരുന്നു, എന്ന് വെച്ചാൽ ഫിഷർ വുമന്റെ അടുത്ത് പോയാൽ ഹി കീപ്സ് ഓൺ ഫിഷിങ് ഇൻ ദ പിച്ച്, എന്ന് വെച്ചാൽ നമ്മള് പെട്ടെന്ന് ബൗൺസിലൊക്കെ ബോൾ വരുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു കക്ഷം പൊക്കി ഇങ്ങനെ വിട്ടുകൊടുക്കില്ലേ, ബോൾ വിട്ടുകൊടുക്കുന്നത് നമ്മൾ ചൂണ്ട വലിക്കുന്ന പോലെയൊക്കെ ഉണ്ടാവില്ലേ. അപ്പൊ ആ ഒരു ഇറ്റ് ഗോസ് ഫോർ ഫിഷിങ്, അതൊക്കെ നമുക്ക് വേറെ രീതിയിൽ ഇതിൽ വരും. അപ്പൊ ഞാൻ പറയാം, അപ്പൊ ആ ഒരു രീതിയിലും പറയാം. അതൊക്കെ കൂടുതലും ഭയങ്കര ടെസ്റ്റ് പോലത്തെ കളികളിലും ഭയങ്കര ബൗൺസ് ഒക്കെ ഉള്ള പിച്ചുകളിലൊക്കെ ആയിരിക്കും നമുക്ക് കൂടുതൽ ആ ഒരു പ്രയോഗങ്ങളൊക്കെ നടത്തേണ്ടി വരുന്നത്. ഇനി പ്ലേ പ്ലേ ചെയ്യാൻ ശ്രമിച്ചു എന്നിട്ട് മിസ്സായി പോകുന്നു. ബീറ്റൺ ഓൾ എൻഡ്സ് അപ്പ്, അങ്ങനെ പറയാം. അതായത് ബീറ്റായി, നമ്മൾ അടിക്കാൻ നോക്കി കിട്ടിയില്ല. പ്ലേ ആൻഡ് മിസ്, ആ രീതിയിൽ പറയാം. പാസ് ദ ഔട്ട്സൈഡ് ഇതിന് തൊട്ട് അടുത്ത് കൂടി വിസിൽസ് പാസ് ദ ബാറ്റിന്റെ അടുത്ത് കൂടി ചൂളം വിളിച്ചുകൊണ്ട് ആ പന്ത് കടന്നു പോകുകയാണ്, ആ രീതിയിൽ പറയാറുണ്ട്. ഡ്രോൺ എൻ ടു ദ ഡ്രൈവ്, അതായത് ഫ്രണ്ടിലേക്ക് ഡ്രൈവ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഇട്ടു, ബട്ട് അത് മിസ്സായി കളഞ്ഞു. ബീറ്റൺ ബൈ ദ പേസ്, ചിലപ്പോൾ നല്ല പേസിൽ നമുക്ക് കണ്ടില്ല മിസ്സാവുക, അങ്ങനെ വരാം. ബീറ്റൺ ബൈ ദ സ്വിങ് കാരണം, അതായത് സ്വിങ് ഇല്ലാന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ബോൾ ഇങ്ങനെ സ്വിങ് തിരിഞ്ഞങ്ങനെ പോകും. ലക്കി നോട്ട് ടു എഡ്ജ് ഇറ്റ്, ഭാഗ്യത്തിന് അത് എഡ്ജ് കൊണ്ടില്ല എന്നുള്ള രീതിയിൽ. ടേൺ ഷാർപ്ലി, നമ്മുടെ സ്പിന്നൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ടേൺ ഷാർപ്ലി ആൻഡ് മിസ്സസ് ഇറ്റ്, ജെന്യുവൻ ചാൻസ് ക്രിയേറ്റഡ്. അപ്പോൾ ഓൾമോസ്റ്റ് തട്ടിയില്ല, തട്ടിയില്ല പോയി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരു ജെന്യുവൻ ചാൻസ് ക്രിയേറ്റ് ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ രാഹുൽ ദ്രാവിഡൊക്കെ കളിച്ചത് കിൽസ് ദ പേസ്, സോഫ്റ്റ് ഹാൻഡ്സ് ആയിട്ട്. മറ്റേ അക്തറൊക്കെ ഷോയബ് അക്തറൊക്കെ ഭയങ്കര കിലോമീറ്റർ കണക്കിന് ഓടിയൊക്കെ വരുമ്പോഴത്തേക്കും പുള്ളി ജസ്റ്റ് ഡിഫെൻഡ് ചെയ്തൊക്കെ ഇടില്ല. അപ്പൊ അതൊക്കെ ആ ഒരു ഇതിൽ വരാം. കിൽസ് ദ പേസ്, ഡ്രോപ്സ് ഇറ്റ് അറ്റ് ദ ഫീറ്റ്, പുള്ളിയുടെ ഒക്കെ അങ്ങനത്തെ ആയിരുന്നു. ദ്രാവിഡിന്റെ ഇപ്പൊ കേസ് പറഞ്ഞാൽ ആ ഫീറ്റ് അവിടെ തന്നെ സാധനം കിടക്കും. ഡെഡൻസ് ദ ബോളിനെ കൊന്നു കളഞ്ഞു, അല്ലെങ്കിൽ അവിടെ ഡെഡാക്കി. അബ്സോർവ് ദ പേസ് അബ്സോർവ് ചെയ്തു എന്ന് പറയാം. കീപ്സ് ഇറ്റ് ഗ്രൗണ്ടഡ്, താഴെ തന്നെ വെച്ചു എന്ന് പറയാം. വാച്ച്ഫുൾ ഡിഫൻസ്, നോക്കിയും കണ്ടുള്ള ഒരു ഡിഫൻസ്. എക്സലന്റ് കൺട്രോൾ, നല്ല കൺട്രോളിൽ അത് ഡിഫെൻഡ് ചെയ്തിട്ടു. നൈസ്ലി കുഷൻ എന്ന് പറഞ്ഞാൽ ബോൾ വന്നു അതിനെ ഒരു കുഷൻ പോലെ തട്ടി അവിടെ തന്നെ ഇട്ടു. പിന്നെ ഒരു ചെറിയ ചില റാൻഡം ആയിട്ടുള്ള ചില കാര്യങ്ങൾ പറയാൻ, അതായത് ഇപ്പൊ ഒരു മെയ്ഡൻ ഓവർ, അതായത് എല്ലാ ബോളും ഡോട്ടൊക്കെ ആവുന്ന ഒരു അവസ്ഥയൊക്കെ വരുന്നപ്പോൾ
നമ്മൾ ചിലപ്പോൾ പ്രഷർ ബേൾസ് വിത്ത് എവറി ഡെലിവറി ആ രീതിയിൽ ബോളർ കീപ്സ് ആസ്കിങ് ക്വസ്റ്റ്യൻസ്, അതായത് ബോളർ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നു, ബാറ്റർ ആൻസർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ബാറ്റർ കനോട്ട് ബ്രേക്ക് ഫ്രീ, ബാറ്ററിന് ഫ്രീ ആയിട്ട് കളിക്കാൻ പറ്റുന്നില്ല. 6 ഡോട്ട്സ് ഇൻ എ റോ, അതൊക്കെ മെയ്ഡൻ ഓവറിലാണോ, സൂപ്പർ മെയ്ഡൻ ഓവർ. അങ്ങനെ ആ ഒരു രീതിയിലൊക്കെ നമുക്ക് പറയാം. ഡോട്ട് ബോൾസ് ഒക്കെ വന്നുകൊണ്ട് അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു എന്നുള്ളൂ. പ്രഷറായിട്ടൊക്കെ നിൽക്കും. ഡോട്ട് ബോൾസ് ആർ പൈലിംഗ് അപ്പ്, അതായത് ഡോട്ട് ബോളിന്റെ ഒരു കൂമ്പാരം ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. സ്ക്രൂസ് ആർ ടൈറ്റനിങ്, സ്ക്രൂകൾ എല്ലാം ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അതൊക്കെ ഒരു കാവ്യാത്മകമായിട്ട് പറയുന്ന. ബോളർ ഹാസ് ബിൽഡ് എ കേജ് അറൌണ്ട് ദ ബാറ്റർ, ബോളർ ബാറ്ററിന് ചുറ്റും ഒരു വലയം തീർത്തു, അല്ലെങ്കിൽ ഒരു കൂട് തീർത്തു, അതായത് ബാറ്ററിന് അനങ്ങാൻ പറ്റുന്നില്ല ആ ഒരവസ്ഥ. സ്കോറിംഗ് ഓപ്ഷൻസ് ഹാവ് ഡ്രൈഡ് അപ്പ്, സ്കോർ ചെയ്യാൻ പറ്റാത്ത എൻ്റെ ഓപ്ഷൻസ് എല്ലാം കരിഞ്ഞ് ഉണങ്ങിപ്പോയി എന്നുള്ള ഒരു രീതിയിൽ. ഓപ്ഷൻസ് ഇല്ല എന്നുള്ളത് കുറച്ച് ഒരു പോയറ്റിക് മോഡിൽ പറയുന്നതാണ്. ദ ഗെയിം ഈസ് ടിൽറ്റിംഗ് ടുവേർഡ് ദ ഫീൽഡിംഗ് സൈഡ്. അപ്പോൾ നല്ല പ്രഷർ ബിൽഡ് ചെയ്യുമ്പോൾ ഫീൽഡിംഗ് സൈഡായിട്ട് സ്വാഭാവികം ആയിട്ട് അവരുടെ ഇതിലേക്ക് ഗെയിം തിരിയുന്നു, ആ ഒരു കാര്യമാണ് പറയുന്നത്. എ ബാറ്റിൽ ഓഫ് പേഷ്യൻസ്, ക്ഷമയുടെ നെല്ലിപ്പലകര അല്ലെങ്കിൽ ക്ഷമയുടെ ഒരു യുദ്ധമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആ രീതിയിൽ. പിന്നെ ഹർഷ ബോഗ്ലെ പോലത്തെ കമന്റേറ്റേഴ്സ് ഒക്കെ ചിലപ്പോൾ പറയാറുണ്ട്, സ്കോർ ബോർഡ് ഈസ് സൈലന്റ് ബട്ട് ദ കോൺടെസ്റ്റ് ഈസ് ഗെറ്റിംഗ് ലൗഡ്. അതായത് സ്കോർ ബോർഡ് ശാന്തമാണെങ്കിലും നമ്മുടെ മത്സരം വളരെയധികം ഉച്ചത്തിൽ അല്ലെങ്കിൽ ഭയങ്കര അടിപൊളിയായി വരുന്നു എന്നുള്ളത്. പ്രഷർ ഡസൻ അപ്പിയർ ഓൺ ദ സ്കോർ ബോർഡ് ബട്ട് ഇറ്റ് ചേഞ്ചസ് ദ മാച്ച്. ഈ പ്രഷർ സിറ്റുവേഷൻസ് അതൊന്നും നമ്മുടെ സ്കോർ കാർഡിൽ നോക്കിയാൽ ചിലപ്പോൾ കണ്ടുവന്നില്ല. ആ പിച്ചിന്റെ കണ്ടീഷൻസ് ഒന്നും സ്കോർ കാർഡ് കണ്ടുവന്നില്ല. ഇപ്പൊ നമ്മുടെ പല സെലക്ടേഴ്സിന്റെ ഒക്കെ പോഡ്കാസ്റ്റിലൊക്കെ കേൾക്കുമ്പോൾ അവർ ചില ആൾക്കാരെ സെലക്ട് ചെയ്യണതിന്റെ ബേസ് എന്ന് പറഞ്ഞാൽ അവരുടെ ക്വാളിറ്റി ഓഫ് ഇന്നിങ്സ് ആണ്. ചിലപ്പോൾ നല്ല റൺസ് സ്കോർ ചെയ്ത ഒരാളെ ബൈപ്പാസ് ചെയ്ത് വേറൊരാളെ സെലക്ട് ചെയ്യുന്ന ആ ഒരു പർട്ടിക്കുലർ പുള്ളി ചിലപ്പോൾ ആ റൺസ് സ്കോർ ചെയ്തതിന്റെ ആ ഒരു സ്ഥലത്ത് പ്രഷറിൽ കളിച്ചു, അങ്ങനെയുള്ള ഒരു ഇതിൽ കളിച്ചപ്പോൾ അവർക്കൊക്കെ കൂടുതൽ മെറിറ്റ് പോയിന്റ്സ് കിട്ടും. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളാണ് പ്രഷർ ഡസൻ അപ്പിയർ ഓൺ ദ സ്കോർ ബോർഡ് ബട്ട് ഇറ്റ് ചേഞ്ചസ് മാച്ച്. എവറി ഡോട്ട് ബോൾ വിസ്പേഴ്സ് ഡൗട്ട് ഇൻ ടു ദ ബാറ്റേഴ്സ് മൈൻഡ്. അതായത് ഓരോ ഡോട്ട് ബോളും വരുമ്പോൾ ബാറ്ററിന്റെ മനസ്സിലേക്ക് സ്വകാര്യം പോലെ ഇങ്ങനെ സെൽഫ് ഡൗട്ട് കോരിവിടാം, എനിക്ക് പറ്റുമോ എന്നുള്ളത്. ബോളർ ഈസ് റൈറ്റിംഗ് എ സ്റ്റോറി വൺ ഡെലിവറി അറ്റ് എ ടൈം. ബോളർ ഒരു കഥ എഴുതുകയാണ്, ഓരോ ബോളിനും ഒരു കഥ എഴുതുന്ന പോലെ. ക്രിക്കറ്റ് ഈസ് ഓഫൺ വൺ ആൻഡ് ദ മൊമെന്റ്സ് ദാറ്റ് പ്രൊഡ്യൂസ് നോ റൺസ്. ക്രിക്കറ്റ് കൂടുതലും ജയിക്കാൻ ഇതേപോലെ പ്രഷറും അല്ലെങ്കിൽ മൈൻഡ് ഗെയിംസിലൊക്കെയാണ് ജയിക്കുന്നത്. ഒരു റൺസ് വരാത്ത ആ ഒരു അവസ്ഥയിലൊക്കെയാണ് എന്നുള്ള ഇതിലാണ് പറയുന്നത്. പോയിറ്റിക് ആയിട്ട് പറഞ്ഞ സൈലൻസ് ഓഫ് ദ സ്കോർ ബോർഡ് ബട്ട് ദ തണ്ടർ ഇൻ ദ ബാറ്റിൽ. നേരത്തെ പറഞ്ഞ സ്കോർ ബോർഡ് സൈലന്റ് ആണ്, പക്ഷെ യുദ്ധത്തിൽ മിന്നൽ കൊള്ളിയാൻ അടിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയണ പോലെ അങ്ങനെ പറയാം. എവറി ഡോട്ട് ബോൾ ഈസ് അനദർ പേജ് ഇൻ ദ ബോളേഴ്സ് മാസ്റ്റർ പീസ്. അതായത് ബോളറിന്റെ ബോളിംഗ് ഏഡിലുകളിലെ ഒരു സുവർണ ലിപികളിൽ എഴുതപ്പെടുന്ന, അങ്ങനെയൊക്കെ ആ ഒരു രീതിയിൽ മനസ്സിലാക്കാം. ക്വൈറ്റ് ഡെലിവറി ബട്ട് ഡെഫിനിങ് സ്റ്റേറ്റ്മെന്റ്. ഒരു ക്വൈറ്റ് ആയിട്ടുള്ള ബോളായിരുന്നു, ബട്ട് കാതടപ്പിക്കുന്ന രീതിയിൽ അതിൽ നിന്നുള്ളൊരു മെസ്സേജ് വെച്ചാൽ നല്ല ഭയങ്കര ബോളിന് പല രീതിയിൽ നമ്മൾ പറയാണ്. സംടൈംസ് എ ഡോട്ട് ബോൾ എക്കോസ് ലൗഡർ ദാൻ എ ബൗണ്ടറി. ഒരു ബൗണ്ടറിയെക്കാളും കൂടുതൽ പ്രകമ്പനം കൊള്ളിക്കുന്നത് ഒരു ഡോട്ട് ബോൾ ആണെന്നുള്ള രീതിയിലൊക്കെ പറയുന്നത്. പ്രഷർ ഈസ് ദ ഇൻവിസിബിൾ ഫീൽഡർ. അതായത് നമുക്ക് ബോളറും കീപ്പറിന് ശേഷം 9 ഫീൽഡേഴ്സ് ആയിരിക്കും ഉണ്ടാവും. അപ്പൊ അതുകൂടാതെ ഒരു പ്രഷർ എന്ന് ഒരു സാധനം ബിൽഡ് ചെയ്യുന്ന അതൊരു ഇൻവിസിബിൾ ഫീൽഡർ ആയിരിക്കും. അതായത് ഒരു കാണാ മറയത്ത് നിൽക്കുന്ന ഒരു ഫീൽഡറിനെ പോലെ അത് എവിടെയും നമുക്ക് ബാറ്റർക്ക് ഒരു പണിയായിരിക്കും എന്നുള്ള രീതിയിൽ. അപ്പൊ ഇതാണ് നമ്മുടെ എപ്പിസോഡ് 5. നമുക്ക് അത്യാവശ്യം ബാറ്റിംഗ് കളി ചെയ്യുമ്പോഴുള്ള പല പല ഷോട്ട്സുകളെ പറ്റി നമുക്ക് ഏതാണ്ട് ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഇത്രയൊക്കെ മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് കുറെയൊക്കെ പറഞ്ഞു ഫലിപ്പിക്കാൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത്. ഒബ്വിയസ്ലി ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ പ്രാക്ടീസ് ആണ് ഇതിലെല്ലാത്തിലും കാര്യം. അപ്പൊ നമ്മൾ ലോക്കൽ ടൂർണമെന്റ്സും മാക്സിമം നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. നമ്മളിപ്പോൾ നെക്സ്റ്റ് പ്രാക്ടീസ് ഒക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഫ്രീ ടൈം ഒക്കെ കിട്ടുമ്പോഴത്തേക്ക് ആ നെക്സ്റ്റ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ബാറ്ററെ നമുക്ക് വേണമെങ്കിൽ നിരീക്ഷിച്ചുകൊണ്ടോ അവരുടെ കളി വീക്ഷിച്ചുകൊണ്ടോ നമുക്ക് ഇതേപോലത്തെ കമന്ററി പറയാൻ പറ്റാവുന്നതാണ്. കാരണം അതിൻ്റെ അകത്ത് തന്നെ പല ബോളേഴ്സ് എറിയുന്നുണ്ടാവും. അപ്പോൾ ബാറ്റർ പല രീതിയിൽ ഷോട്ട്സുകൾ പ്ലാൻ ചെയ്യുന്നുണ്ടാവും, പല രീതിയിൽ ഷോട്ടുകൾ കളിക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് അവിടെ തന്നെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നമുക്ക് നമ്മുടെ വെക്കാബുലറി ഇതിൻ്റെ അകത്തേക്ക് ബിൽഡ് ചെയ്യാം. കാരണം പ്രാക്ടീസ് ചെയ്യുന്നതോടെ ഇത് നമ്മുടെ മസിൽ മെമ്മറി അല്ലെങ്കിൽ നമ്മുടെ നോർമൽ മെമ്മറിയിലേക്ക് കയറി വരും. അപ്പോൾ നമ്മൾ അറിയാതെ തന്നെ ആ ഒരു ഈ യഥാർത്ഥ മാച്ചിൽ ആ സിറ്റുവേഷൻ വരുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് തന്നെത്താനെ ഇത് കയറി വരും. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ഇത് പ്ലാൻ ചെയ്താൽ നമുക്ക് സിമ്പിളായിട്ട് ഒരു ഇപ്പൊ പറഞ്ഞ ഈ 5 എപ്പിസോഡിനുള്ള അത്യാവശ്യം നമുക്കൊരു ബാറ്റിംഗിനെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് എത്താവുന്നതാണ് ഇത്രയും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ. ഇതുകൂടാതെ നമ്മൾ പല പല പോഡ്കാസ്റ്റുകളും അതൊക്കെ കേട്ടോണ്ടിരിക്കുക, നമ്മുടെ അറിവ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. റീഡിങ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് പോഡ്കാസ്റ്റുകളൊക്കെ നമ്മൾ വേറെ ഈ ട്രാവൽ ചെയ്യുമ്പോഴോ അങ്ങനെയൊക്കെ സമയം കിട്ടുമ്പോഴോ നമ്മൾ ഇതേപോലെ ഇഷ്ടംപോലെ ഇന്റർവ്യൂസ് ഇങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കുക.
മണിക്കൂറുകളുള്ള ഇന്റർവ്യൂസ് ഉണ്ട്. അത് നമ്മളിങ്ങനെ കണ്ടും കേട്ടും ഒക്കെയാണ് നമുക്ക് ഇതിന്റെ വൊക്കാബുലറീസ് ബിൽഡ് ചെയ്യാൻ പറ്റുക. അറിവുകൾ ബിൽഡ് ചെയ്യാൻ പറ്റും. ക്രിക്കറ്റിൽ അറിവ് ബിൽഡ് ചെയ്യുന്നതോറും നമ്മൾ ബെറ്റർ കമന്റേറ്റർ ആവാനുള്ള സാധ്യത നമുക്ക് കൂടി കൂടി വരുന്നു.